നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 26-ാം തീയതി, അതായത് 1200-ാം ആണ്ട് ധനുമാസം 11-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ശുഭ ദിവസങ്ങളിൽ ഒരാഴ്ച 7 ദിവസങ്ങളുണ്ടെങ്കിൽ അതിലേറ്റവും ഉത്തമ ദിവസം ഏതെന്ന് ചോദിച്ചാൽ വ്യാഴാഴ്ചയാണ്. ഇന്ന് ഉത്തമ നക്ഷത്രവും വന്നിരിക്കുകയാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ഗുരുവിൻ്റെ ദിവസം, എല്ലാം കൊണ്ടും ഇന്ന് അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. അതായത് എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. അപ്പോൾ ഇന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനെല്ലാത്തിനും ഇറങ്ങണം. കാരണം നാളേക്ക് മാറ്റി വയ്ക്കരുത്. എപ്പോഴും നമുക്ക് നല്ല സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അവസരങ്ങളെ നിഷേധിക്കരുത്. അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടൂല. അതേപോലെ അവസരം നമുക്ക് ഇനിയൊരു അവസരം വരും എന്ന് വിചാരിച്ചിരിക്കരുത്. പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകും. അതുപോലെ ഇന്ന് നല്ല അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. വന്നതിനെ നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ജോലിയായിട്ടായാലും ശരി, മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായാലും ശരി, അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. ചോതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക പുരോഗതിയെ പ്രദാനം ചെയ്തു തരും. ഉയർച്ചയെ കൊടുക്കുന്ന ഒരു വർഷമാണ്. എന്തൊക്കെ നമുക്ക് പുരോഗതി ഉണ്ടാകും? സാമ്പത്തിക നേട്ടമാണ് വ്യാഴം പ്രധാനമായിട്ട് ഒരാളിന് തരണേ. മറ്റ് ഐശ്വര്യ ഫലങ്ങളൊക്കെ തരുമെങ്കിലും സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഊഹ കച്ചവടങ്ങൾ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, മറ്റ് സാമ്പത്തിക ഇടപാടുകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സാമ്പത്തിക മേന്മ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങണം. ബാക്കി ഭഗവാൻ ചെയ്തു തരും. നമ്മൾ ഇറങ്ങിയാൽ മതി. നമ്മൾ ഇറങ്ങണം, നമ്മൾ ചെയ്യണം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുക. എൻ്റെ ഫലസ്ഥിതി തരുന്ന ഈശ്വരനാണ്, ഗുരുവാണ്. അപ്പോൾ എല്ലാം തരും. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഇന്ന് ദിവസം നമുക്ക് അത്ര കണ്ട് നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്. എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും 1:51 തൊട്ട് 3:17 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും ഇടപെടരുത്. അപ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യരുത്. പ്രധാനമായിട്ട് യാത്രയ്ക്ക് പാടില്ല. ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളാകിലും ഇത്രയും ബാക്കി നല്ല ശുഭപ്രദമായ സമയമുള്ളപ്പോൾ രാഹുകാലത്തെ അങ്ങ് ഒഴിവാക്കുക, പ്രത്യേകിച്ച് യാത്രയ്ക്ക്. പിന്നെ ഒന്നിനും ചെയ്തുകൂടാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. ഗുളികകാല സമയം രാവിലെ 9:34 തൊട്ട് 11 മണി വരെയും, യമകണ്ഠകാല സമയം 6:43 തൊട്ട് 8 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:01 തൊട്ട് 12:49 വരെ 48 മിനിറ്റ് നേരം. ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് നേരം പോവുമെങ്കിലും നമുക്ക് ഈ സമയം എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. മധുരത്തിൽ അതിമധുരം എന്ന് പറയാം ഈ സമയത്തെ. നല്ല സമയമാണെന്ന്, അതിൽ ഏറ്റവും നല്ല സമയമെന്ന് വേണമെങ്കിൽ പറയാം അഭിജിത്ത് മുഹൂർത്തത്തെ. അതുപോലെ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ നമ്മൾ മഞ്ഞ കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. മറ്റെന്ത് വസ്ത്രം ധരിച്ചാലും മഞ്ഞ വസ്ത്രവും കൂടി ധരിക്കുക. ഷർട്ടായിട്ടോ അല്ലെങ്കിൽ കോട്ടായിട്ടോ ഷാളായിട്ടോ ബ്ലൗസായിട്ടോ എന്തെങ്കിലും ഒരു മഞ്ഞ വസ്ത്രവും കൂടി ശരീരത്തിൽ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. ഗുരുവിൻ്റെ പ്രീതി ഉണ്ടാവും, ഗുരുവിൻ്റെ ദൃഷ്ടി പതിയും. ഇതൊക്കെ നമുക്ക് നേട്ടത്തിന് കാരണമായി ഭവിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.